ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു മനോഹരമായൊരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം നമ്മൾ കൂടെ മഹത്വപ്പെടുവാൻ ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ മനോഹരമായ ഒരു സങ്കീർത്തനം 80 എല്ലാ വചനങ്ങളും തിരുവെഴുത്തും ദൈവവിശ്വാസീയമാണ്. എന്നാൽ അതിൽ ചിലത് പ്രഷ്യസ് ആയിട്ടുള്ളതുണ്ട്, ചില സവിശേഷമായ ചില ബ്ലെസ്സിങ്സ് അടങ്ങിയിട്ടുള്ളതുണ്ട്. അത്തരത്തിലൊന്നാണ് ഈ സങ്കീർത്തനങ്ങളിൽ 84 സങ്കീർത്തനം എന്ന് പറയുന്നത്. അതായത് സമാധാന സങ്കീർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് 84 സങ്കീർത്തനം. എന്നാൽ ആ സാഹചര്യം എന്ന് പറയുന്നത് തിന്മ ചെയ്തിരുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയുമോ? കൂശിന് തൻ്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? പുള്ളിപ്പുലി അതിൻ്റെ സ്വാഭാവികമായിട്ട് ദേഹത്തുള്ളതാണ് പുള്ളി എന്ന് പറയുന്നത്. അത് മാറ്റാൻ കഴിയുമോ എന്ന് പ്രവാചകൻ ചോദിച്ചിട്ട്, എന്നാൽ അതിന് വിരുദ്ധമായി ഒരു അസാധാരണ കാര്യം പറയുക, എന്നാൽ തിന്മ ചെയ്യാൻ ശീലിച്ചിരുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. കൂശിന് തൻ്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് പുള്ളിയും മാറ്റാൻ കഴിയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് തിന്മ ചെയ്യാൻ ശീലിച്ചിരുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. അതെങ്ങനെ? ദൈവത്തിൻ്റെ കൃപയാൽ. ദൈവം രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ്, ദൈവം സർവശക്തനാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ രൂപാന്തരം. ആ ഒരു സന്ദർഭമാണ് ഇവിടെ കാണുന്നത്. കോരഹ് പുത്രന്മാരെന്ന് പറയുമ്പോൾ തന്നെ കോരഹ് ഒരു നെഗറ്റീവ് ക്യാരക്ടർ, ഒരു റിബല്യസ് ക്യാരക്ടർ, ഒരു ദൈവകോപം വാങ്ങി വെച്ച ഒരു ക്യാരക്ടർ. എന്നാൽ അവിടെ നിന്ന് തന്നെ ഇതാ നല്ല മനോഹരമായൊരു ജീവിതത്തിലേക്ക് കോരഹ് പുത്രന്മാർ വേർതിരിയുക, ഡൈവേർജ് ചെയ്ത് അത് മാറി, അവർ വഴി മാറി സത്യത്തിൻ്റെ വഴിയിൽ ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് അവർ ചേർന്ന് മോശയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹപ്രദമായി മറ്റുള്ള സാക്ഷ്യമായി തലമുറയിലേക്ക് സാക്ഷ്യമുള്ള ജീവിതമായി അവരുടെ ജീവിതം മാറിയ അതിൻ്റെ ഒരു ഫലമാണ് നമുക്ക് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തിന്മയിൽ അകപ്പെട്ടു പോകാമായിരുന്ന സാഹചര്യത്തിൽ ആ തിന്മയിൽ നിന്ന് അകന്ന് മാറി വേറിട്ട് മാറി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്ന കോരഹ് പുത്രനാണ്. അത് വളരെ മനോഹരമാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തെ പഴിക്കാൻ നമുക്കാവില്ല. കാരണം സാഹചര്യത്തെക്കാൾ വലിയവൻ നമ്മോട് കൂടെയുണ്ട്, എല്ലാറ്റിനേക്കാൾ കൂടുതൽ വലിയവൻ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവ സാമീപ്യവും ദൈവ സാന്നിധ്യവുമാണ് നമ്മളെ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നത്. വിപരീത സാഹചര്യങ്ങളായിരിക്കാം, തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളായിരിക്കാം. യോസഫ് അവിടെ കാണുന്നുണ്ട്, പോത്തിഫറിൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പോൾ തിന്മ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, എല്ലാം അവന് അനുകൂലമാണ്. പക്ഷേ ആ തിന്മയിലേക്ക് പോകാതെ വണ്ണം അവനെ തടുത്തത് അവൻ്റെ അപ്പൻ്റെ സാന്നിധ്യമല്ല, അവൻ്റെ സഹോദരങ്ങളുടെ സാന്നിധ്യമല്ല, ഫറവോൻ്റെ സാന്നിധ്യമല്ല, രാജാവിൻ്റെ പത്നിയാണ് അവനെ വിളിക്കുന്നത്, പോത്തിഫറിൻ്റെ ഭാര്യയാണ്. എന്നാൽ ഇല്ല, രാജാവിൻ്റെ പത്നിയല്ല, പോത്തിഫറിൻ്റെ ഭാര്യ. പക്ഷേ ആ ഗ്രഹത്തിലെ അധികാരിയുടെ ഭാര്യയാണ്. അപ്പോൾ അവൻ അതിന് സാധനം. പക്ഷേ അവൻ എന്താ പറയുക, ഞാൻ യഹോവയെ ഭയപ്പെടുന്നു, ഞാൻ യഹോവയോട് പാപം ചെയ്യാനിടയാകുമെന്നാണ് പറയുന്നത്. ആ ഒരു ഫിയർ, ദൈവ സാന്നിധ്യം. കാരണം തടവറയിലായിരുന്നു വായിക്കുന്നത്, യഹോവനോട് ഇവിടെ ഉണ്ടായിരുന്നു. പൊട്ടക്കഴിഞ്ഞെടുത്ത് അവർ എല്ലായിടത്തും പറയുമ്പോൾ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 34, 35 ഒക്കെ യോസഫിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്നാൽ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് സാഹചര്യമാകട്ടെ അത് ദൈവം കൂടെ ഇരിക്കുക, തടവറയിലൊക്കെ ദൈവം കൂടെ ഇരിക്കുക. അതാ യോസഫിന് ചില സവിശേഷമായ ബ്ലെസ്സിങ്സ് കിട്ടുക, മറ്റുള്ളവർക്ക് ഇല്ലാത്തത്. അതാ പ്രത്യേകത. ഒരേ സാഹചര്യത്തിലായിരിക്കുന്ന വ്യക്തികൾ അവിടെ, സിറ്റുവേഷൻ അല്ലേ, കാരാഗ പ്രമാണിയുണ്ട്, പിന്നെ അവിടെ പാനപാത്രവാഹകനെ അവിടെ കൊണ്ടുവന്നിടുന്നു. എല്ലാവരും അവർക്ക് ഒഫീഷ്യൽ പവറുള്ളവരാണ്. പക്ഷെ അവരുടെ ചെയ്തു പോയ തെറ്റിനെ അവരെ കൊണ്ടുവന്നിടുക, തെറ്റ് ചെയ്യാത്ത ഒരുവനെ അവിടെ ഇട്ടിരിക്കുക. പക്ഷേ എല്ലാം സെയിം കാറ്റഗറിയാണ്. യോസഫും അവിടെ തടവറയിൽ വരും. പക്ഷേ യോസഫിൻ്റെ സവിശേഷം ദൈവം കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും മീതെ ഉയർത്തുകയാണ്. തന്നെത്താൻ ഉയർത്തുകയല്ല, ദൈവം ഉയർത്തുകയാണ്. നാം തന്നെത്താൻ ഉയർത്തുകയല്ല, അത് സൈറ്റനിക്കാണ്. തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടും. നമ്മൾ തന്നെത്താൻ പ്രെജുഡിസ് ആയിട്ടാണ് ഞാനിതാണ്, അങ്ങനെയല്ല. ദൈവം നമ്മൾ ഉയർത്തുകയാണ്. അവൻ തക്ക സമയത്ത് നമ്മൾ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പീനെന്ന് പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പീൻ. അപ്പോൾ തക്ക സമയത്ത് ദൈവം ഉയർത്തും. എന്തിനാ? ഇപ്പോൾ ഒരു ലാമ്പ് സ്റ്റാൻഡ്, ഒരു വിളക്ക്, ഒരു ടേബിൾ സ്റ്റാമ്പ് അല്ലെ, ഒരു പഴയ കാലത്ത് വിളക്ക് എന്ന് പറയും, വിളക്കെടുത്ത് ഉയർത്തുമ്പോൾ ആ വിളക്ക് തണ്ട് എന്നൊക്കെ പറയത്തില്ലേ,
തണ്ടിന്മേൽ എത്ര വിളക്ക് വെക്കേണ്ടത്, പ്രകാശം അകത്ത് വരുന്നവർ കാണേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ. തണ്ടിന്മേൽ എത്ര വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സ്റ്റാൻഡ്. പഴയതിലൊക്കെ ഇവള് തിരിയൊക്കെ ഇട്ട് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച്, പഴയതിലാണ് കേട്ടോ, വെള്ളത്തിൽ എണ്ണയൊക്കെ നിറച്ച് തുടച്ച് വെടിപ്പാക്കിയിട്ട് സന്ധ്യയാകുമ്പോൾ കുട്ടികളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് അതെടുത്ത് മേശപ്പുറത്തേക്ക് വെക്കുന്ന ഓൺ ദ ടേബിൾ. അപ്പോൾ അകത്ത് വരുന്നവർക്കെല്ലാം പ്രകാശം കിട്ടും എന്ന് പറഞ്ഞ പോലെ നമ്മൾ തക്ക സമയത്ത് ഉയർത്തുക, മറ്റുള്ളവർക്ക് പ്രകാശത്തിനായി, മറ്റുള്ളവർക്ക് സാക്ഷ്യത്തിനായി. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതം ധന്യമാക്കുന്നത്. ഇവിടെ വിരുദ്ധമായ ഒരു സാഹചര്യത്തിൽ നിന്നും കോരഹപുത്രന്മാർ മാറി നിന്നു ദൈവത്തിൻ്റെ ജീവനുള്ള സാക്ഷികളായിട്ട് അവർ മാറുകയാണ്. നമ്മൾ 84-ാം സങ്കീർത്തനം 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 12 വാക്യങ്ങളുണ്ട്. 3 പോർഷനായിട്ട് നമ്മളത് കണ്ടു. അതിന് പ്രധാനമായിട്ട് ഇവിടെ 2 മ്യൂസിക് നോട്ട് ഇടയ്ക്ക് വരികയാണ്, സേല സേല എന്ന് പറഞ്ഞുകൊണ്ട്. 4-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം വന്നു. അപ്പോൾ നമ്മളതൊരു പാർട്ടാക്കി എടുത്തു. 8-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം വന്നു സേല എന്ന് പറയും. അപ്പോൾ നമ്മളത് സെക്കൻഡ് പാർട്ടാക്കി മാറ്റി. ഇനി 9 മുതൽ 12, അപ്പോൾ 4 വാക്യങ്ങൾ വെച്ചിട്ടുള്ളത്. ഇനി 9-ാമത്തെ വാക്യം നമ്മൾ കാണുകയാണ്. ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കണമേ, നിന്റെ അഭിഷിക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നു എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങൾ യഹോവയെ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കണമേ എന്ന് പറയുക. നമ്മളെ സംരക്ഷിക്കുന്ന സംരക്ഷണം ഏതാണ്? നമ്മൾ ഇന്നത്തെ ഇസഡ് സെക്യൂരിറ്റി എന്നൊക്കെ പറയും അല്ലേ, ഏറ്റവും കൂടി ഇതാണെന്ന് തോന്നുന്നത്. ഓരോരുത്തർക്കും VIP-ക്ക് VVIPക്ക് ഒക്കെ സ്പെഷ്യൽ സ്ക്വാഡാണ്, സ്പെഷ്യൽ എന്നാ പറയുന്നത്, സുരക്ഷ സംരക്ഷണ സേന എന്ന് പറയാം അല്ലേ. അവർക്കെല്ലാം പ്രൊട്ടക്ഷനുണ്ട്, പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് വിവിധ വ്യത്യസ്ത നിലയിലുള്ളവരുണ്ട്, അധികം പേരുള്ളവരുണ്ട്, സുശക്തമായതുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുക, ഈ ഇടയ്ക്ക് മരണപ്പെട്ട ചില ഒഫീഷ്യൽ ഇറാനിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ കൊല്ലപ്പെട്ട ചില വ്യക്തികളെല്ലാം അത്രമാത്രം സുരക്ഷിതമായ സംരക്ഷണ വലയം ഉണ്ടായിരുന്നതാണ്. ആ വലയത്തിനകത്ത് ചെന്നിട്ട് ശത്രു സംഹാരം നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ കൊല്ലപ്പെട്ട ഓരോ ഭരണാധികാരികളൊക്കെ നോക്കുക, അവരെല്ലാം തീവ്ര പരിചരണം അല്ലെങ്കിൽ തീവ്ര ഗ്രൂപ്പ് അവർക്ക് സംരക്ഷണത്തിനുണ്ടായിരുന്നു. ഇപ്പം ഇന്ദിരാഗാന്ധി സ്വന്തം സംരക്ഷണത്തിന് ഏൽപ്പിച്ചിരുന്ന സോൾജിയർ പഠനാൽ കൊല്ലപ്പെടുക ചെയ്തത് കണ്ടോ. സ്വന്തം സംരക്ഷണത്തിന് നിയമിച്ചിരുന്ന വ്യക്തി തന്നെ അപായപ്പെടുത്തുകയാണ്. അപ്പോൾ എവിടെ സുരക്ഷിതത്വം? ലോകത്തിലൊന്നിലും സുരക്ഷിതത്വം ഇല്ല, ഒന്നില്ല നാത്തി. എന്നാൽ യഥാർത്ഥമായ സുരക്ഷിതത്വം നമ്മുടെ പരിചയം എന്ന് പറയുന്ന ഷീൽഡ് എന്ന് പറയുന്ന ദൈവമാണ്. നമ്മൾ കാണുന്ന ചില പരിചയമുണ്ട്, വട്ടത്തിലുള്ള ചെറിയൊരു പരിചയമുണ്ട്. എന്നാൽ റോമൻ സൈന്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളെ മുഴുവൻ മറയ്ക്കുന്നതാണ് ആ പരിചയം എന്ന് പറയുന്നത്, വലിയ ഇതാണ്. ചില ഇതിലൊക്കെ പരിചയം തന്നെ പിടിക്കാൻ ഒരാളുണ്ട്. ഈ ഗോലിയാത്തിന് ഒരാൾ പരിചയം പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒരാൾ പിടിച്ചുകൊണ്ട് വരിക മുൻപിൽ. ഇപ്പോൾ ഒരു പരിചയക്കാരൻ മുമ്പേ നടന്ന പറയുന്നത് വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി വായിച്ചാണ്, ദാവീദ് ഇങ്ങനെ നടന്നു, ഗോലിയാത്ത് നടന്നു, പരിചയക്കാരൻ മുമ്പേ നടന്നു എന്ന് പറഞ്ഞ് പരിചയക്കാരൻ മുമ്പേ നടന്നു എന്നാണ് പറയുന്നത്. പരിചയക്കാരൻ തെറ്റിച്ച് വായിച്ചതാണ്. പരിചയക്കാരനല്ല, പരിചയക്കാരൻ. അപ്പോൾ ഈ ഗോലിയാത്തിന് മുമ്പിൽ ഒരു പരിചയക്കാരൻ, അതും വലിയ പരിചയമാണത്. ഒരാളെ മുഴുവൻ മറക്കത്തക്കോണമുള്ള പരിചയം, വലിയ കനമാണ് അതിന്. അത് പൊക്കം തന്നെ ഒരാൾ വേണം. അപ്പോൾ അതും പിടിച്ചുകൊണ്ട് ഒരു പരിചയക്കാരൻ മുമ്പേ പോകുന്നുണ്ട്. പക്ഷേ ദാവീദിന് ഒരു പരിചയമില്ല ലോകപ്രകാരം. പക്ഷെ അവൻ്റെ പരിചയ ദൈവമാണ്. യഹോവ എൻ്റെ പരിചയം, എൻ്റെ ബലവും, എൻ്റെ സങ്കേതവും, എൻ്റെ കോട്ടയം എന്നൊക്കെ ദാവീദ് പറയുന്നുണ്ട്. അതുകൊണ്ട് ദാവീദിനെ ഭയപ്പെടുത്താൻ പറ്റിയില്ല. മറിച്ച് ദാവീദ് ഗോലിയാത്തിനെ വീഴിക്കുകയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന് ദർശനത്തിൽ അലപാടുണ്ടായിട്ട് അബ്രഹാമിനോട് പറയുന്ന ഇതാണ് 15-ാമത്തെ വാക്യം. അതിനുശേഷം അബ്രഹാമിൻ്റെ ദർശനത്തിൽ യഹോവയുടെ അലപാടുണ്ടായെന്നാൽ അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. കണ്ടോ, ഞാൻ നിൻ്റെ പരിചയമാണ്, നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ഐ ആം യുവർ ഷീൽഡ് ആൻഡ് പ്രോഫിറ്റ്, നിൻ്റെ മഹാപ്രതിഫലമാണ്.
ഈ പരിച. അപ്പോൾ നമ്മളെല്ലാം വിശ്വാസികളാരാണ്? അബ്രഹാമിൻ്റെ മക്കളാണ്. എന്നാൽ അബ്രഹാമിൻ്റെ മക്കൾക്ക് എന്തുകൊണ്ട് ഈ സംരക്ഷണമുണ്ട്? ദൈവം നമ്മുടെ പരിചയമായിരിക്കട്ടെ, ദൈവം നമ്മുടെ പരിചയമായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കണമേ. 84 സങ്കീർത്തനം 9 വാക്യം. നിന്റെ അഭിഷിക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. നിന്റെ പ്രാകാരങ്ങളിൽ ദൈവ സാന്നിധ്യത്തെ കുറിക്കുന്നതാണ്. ദൈവ സാന്നിധ്യമാണ് 1000 സംവത്സരത്തേക്കാൾ ഉത്തമമാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഈ കണക്കിനോട് ചേർത്ത് ചില കണക്കുകൾ ബൈബിളിലുണ്ട്. സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയൊരു ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. ദൈവത്തിന് 1000 ദിവസം എന്ന് പറയുന്നാൽ ഒരു യാമം പോലെയാണ്, രാത്രിയുടെ ഒരു യാമം പോലെ മാത്രമേ ഇരിക്കുന്ന പറയുന്നത്. പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവസാന നാളുകളെ കുറിച്ച് പറയുമ്പോൾ, എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്ന ഈ കാര്യം നിങ്ങൾ മറക്കരുത്. എന്നിട്ട് പറയാം, ചില താമസം വിചാരിക്കുന്ന പോലെ കർത്താവ് എന്നിട്ട് വാക്തം ഓർത്തുമ്പോൾ താമസിക്കുന്നില്ല. ഇവിടെ പറയാണ് ഒരു ദിവസം = 1000 years എന്ന്. അത് എത്ര ഒരു കമ്പാരിറ്റീവ് ചെയ്ത് നോക്കിയേ, എങ്ങനെ അത് തരസ്യപ്പെടുന്നത്. അതാണ് ദുഷ്ടന്മാർ കൂടാൻ പാർക്കുന്നതിനേക്കാൾ എൻ്റെ നിന്റെ പ്രാകാരം കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവലായിരിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടം. യോബിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോബ് പറയുന്നുണ്ട്, യോബിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു. 29 അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അയ്യോ പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തു വന്ന നാളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. അന്ന് അവൻ്റെ ദൈവം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു, അവൻ്റെ വെളിച്ചത്താൻ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും ചെയ്ത നാളെന്ന് പറയുക, എൻ്റെ ശുഭകാലം എന്ന് പറയുന്ന 5-ാമത്തെ വാക്യത്തിലൊക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ സഖ്യത്വം ഉണ്ടായിരുന്നു ഈ യോബിൻ്റെ കൂടാരത്തിന്. അതാണ് ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളല്ല, നീതിമാന്മാരുടെ കൂടാരം. 118 സങ്കീർത്തനത്തിൽ വായിക്കും, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദം ഉണ്ട് എന്ന് അവിടെ കാണുന്നുണ്ട്. തുടർന്ന് നമുക്ക് വായിക്കാം, യഹോവ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളെ യഹോവ എന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതാണ് അവസാനത്തെ ഭാഗ്യം എന്ന് പറയുന്നത്. 1 ആലയത്തിൽ വസിക്കുന്ന ഭാഗ്യവാന്മാർ, 2 5-ാമത്തെ വാക്യം ബലം തന്നെയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, 3-ാമത്തത് യഹോവ എന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മളെ നടത്തുകയാണ്, പരിചയമാണ് അവൻ. മലാഖി പ്രവാചകന്റെ പുസ്തകം പഴയ നിയമം അവസാനത്തെ പുസ്തകമാണ്. അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യമുണ്ട്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവർ ദഹിപ്പിച്ച് കളയും എന്ന് സൈന്യങ്ങളെ ഹോർലി ചെയ്യുന്നു. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറയിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും എന്നവിടെ പറയുന്നു. അന്ന് ദുഷ്ടന്മാരൊക്കെയും താളടിയാകുന്ന ആ ദിവസം ദൈവം പറയുക, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ, യേശുക്രിസ്തുവാണ് നീതി സൂര്യൻ, തൻ്റെ ചെറിയെങ്കിലും രോഗോപശാന്തി, രോഗത്തിന് ഉപശാന്തി ഉണ്ടാകും. ഹീലിംഗ് ഫോർ ദ സിക്ക്, രോഗത്തിന് ഉപശാന്തി ഉണ്ടാകും നിങ്ങൾ അവിടെ പറയുകയാണ്. അപ്പോൾ ഒരു കൂട്ടർക്ക് അവിടെ ഈ അന്ത്യനാൾ എന്നൊക്കെ പറയുന്നത് ചൂള പോലെ കത്തുന്ന ദിവസം എന്നൊക്കെ പറയാതെ ചിലർക്ക് ഭയാനകം. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ അത് അനുഗ്രഹമാണ്. അത് വേർതിരിച്ച് കാണുക. ദൈവാശ്രയത്തിന് പ്രതിഫലമുണ്ട്, ദൈവഭക്തിക്ക് പ്രയോജനമുണ്ട്, അത് നിത്യമാണ് ആ അനുഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയാം, യഹോവയായ ദൈവം സൂര്യന് പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, കൃപ തരുന്നു, ദൈവനാമഹത്വം. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ നടപ്പ് നന്നായിരിക്കട്ടെ, നമ്മുടെ ബലം ദൈവമായിരിക്കട്ടെ, നമ്മുടെ ആശ്രയം ദൈവമായിരിക്കട്ടെ, നമ്മുടെ കൂടാരങ്ങൾക്ക് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കട്ടെ. അല്ലെ, യോസഫിനോടുകൂടെ ദൈവം എല്ലാം കൂടെ ഇരുന്ന പോലെ ദൈവ സാന്നിധ്യമായിരിക്കട്ടെ നമ്മുടെ ബലമെന്ന് പറയുന്നത്. അത് അപ്പോൾ മനോഹരമാണ്, അത് സവിശേഷമായ അനുഗ്രഹമാണ്. 1000 ദിവസത്തേക്കാൾ ഉത്തമമാണെന്ന് പറയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടി ഇരിക്കട്ടെ, ദൈവം നമ്മളെ വഴി നടത്തട്ടെ. അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സങ്കീർത്തനത്തിലൂടെ ഞങ്ങൾ കേൾപ്പിച്ചതായ മനോഹരമായ അനുഭവങ്ങൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വിരുദ്ധ സാഹചര്യത്തിൽ നിന്ന് മനോഹരമായ അനുഭവത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുവാൻ അവിടുത്തെ സാന്നിധ്യത്തിന് സാധിക്കുമെന്ന് കോരകവത്തിനുമായിട്ട് ജീവിതത്തിൽ കൂടെ കാണിച്ചു തന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമേ, ഇയ്യോബിൻ്റെ ദൈവമേ, അവിടെയൊക്കെ ജീവിതങ്ങളെ പോലെ ഞങ്ങളുടെ ജീവിതാനുഗ്രഹപ്രദമാക്കണം. ആമേൻ. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. എന്റെ സംഗീതവും
ഞാൻ ആശ്രയിക്കും